ആഗോള വ്യാപാരത്തിന്റെയും പ്രത്യേകിച്ച് ഊർജ്ജ വിതരണത്തിന്റെയും ഹൃദയധമനിയായ ഹോർമൂസ് കടലിടുക്ക് വീണ്ടും ലോക ശ്രദ്ധാകേന്ദ്രമായി മാറിയിരിക്കുകയാണ്. ഇറാൻ വീണ്ടും ഈ നിർണായക കടൽപാത അടച്ചതോടെ അന്താരാഷ്ട്ര തലത്തിൽ ആശങ്കയും അനിശ്ചിതത്വവും ശക്തമായി ഉയർന്നിരിക്കുകയാണ്. ഏപ്രിൽ 8 അമേരിക്കയുമായി ഉണ്ടായ വെടിനിർത്തൽ ധാരണയുടെ ഭാഗമായി ഇറാൻ 2 ആഴ്ചത്തേക്ക് ഈ കടൽപാത താൽക്കാലികമായി തുറന്നിരുന്നു. എന്നാൽ അതിന്റെ ദൈർഘ്യം വളരെ ചുരുങ്ങിയതായിരുന്നു. ഇറാനും US-ഉം തമ്മിലുള്ള സമാധാന ചർച്ചകൾ തുടങ്ങാനിരുന്ന സമയത്തു തന്നെ ഇസ്രായേൽ നടത്തിയ സൈനിക നീക്കങ്ങളാണ് ഈ പുതിയ സംഘർഷത്തിന് വഴിവെച്ചത്. വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്ന മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഇസ്രായേൽ ലെബനനിൽ വ്യോമാക്രമണം നടത്തിയെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്. ഇതോടെ US-ഇറാൻ ധാരണയിൽ ഇസ്രായേലിന് അസംതൃപ്തിയുണ്ടെന്ന സൂചനകൾ ശക്തമായി. ഈ നടപടികൾ ഇറാനെ പ്രകോപിപ്പിക്കുകയും അതിന്റെ പ്രതികാരമായി ഹോർമൂസ് കടലിടുക്ക് വീണ്ടും അടയ്ക്കാൻ ഇറാൻ തീരുമാനിക്കുകയും ചെയ്തു. കടൽപാത അടയ്ക്കുന്നതിന് മുൻപ് തന്നെ ഇറാൻ സൗദി അറേബ്യയിലെ പ്രധാന എണ്ണ വിതരണ സംവിധാനമായ കിഴക്കു പടിഞ്ഞാറ് പൈപ്പ് ലൈനും ലക്ഷ്യമിട്ടതായി ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. സൗദി അറേബ്യയിലെ ഈ പൈപ്പ് ലൈൻ കിഴക്കൻ എണ്ണ മേഖലകളിൽ നിന്നുള്ള ക്രൂഡ് ഓയിൽ ചെങ്കടൽ തീരത്തെ യെൻപു തുറമുഖത്തിലേക്ക് ദിവസേന വൻതോതിൽ എത്തിക്കുന്നതാണ്. ഈ അടിസ്ഥാന സൗകര്യത്തെ ലക്ഷ്യമിടുന്നത് തന്നെ ആഗോള എണ്ണ വിപണിയെ സമ്മർദ്ദത്തിലാക്കാനുള്ള ശ്രമമായാണ് വിലയിരുത്തപ്പെടുന്നത്. ഇതിനിടെ ലെബനനിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങൾ കൂടുതൽ വ്യാപകവും ശക്തവുമായിരുന്നു. വെറും 10 മിനിറ്റിനുള്ളിൽ തന്നെ ഹിസ്ബുള്ളയുടെ കമാൻഡ് കേന്ദ്രങ്ങളും സൈനിക കേന്ദ്രങ്ങളും ലക്ഷ്യമിട്ട് ആക്രമണം നടത്തിയതായി വിവരങ്ങളുണ്ട്. ബെയ്റൂട്ടിന്റെ തെക്കൻ പ്രദേശങ്ങൾ, തെക്കൻ ലെബനൻ കൂടാതെ കിഴക്കൻ ബെക്ക താഴ്വര എന്നിവിടങ്ങളിലാകെ ഈ ആക്രമണം വ്യാപിച്ചു. മുൻപ് US-ഇറാൻ വെടിനിർത്തൽ ധാരണയുടെ പശ്ചാത്തലത്തിൽ ഹോർമൂസ് പാത വീണ്ടും തുറക്കപ്പെടുമെന്ന പ്രതീക്ഷ ഉയർന്നപ്പോൾ ആഗോള എണ്ണവിലയിൽ ഗണ്യമായ ഇടിവ് രേഖപ്പെടുത്തിയിരുന്നു. ഒരു വേള ബ്രെന്റ് ക്രൂഡ് ഓയിൽ വില ബാരലിന് $92 താഴെ എത്തുകയും ഏകദേശം 16% വരെ ഇടിവുണ്ടാവുകയും ചെയ്തു. എന്നാൽ നിലവിൽ വില വീണ്ടും ഉയർന്ന് ഏകദേശം $94.75 നിലവാരത്തിലെത്തിയിരിക്കുകയാണ്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഹോർമൂസ് പാത വീണ്ടും അടച്ചതോടെ എണ്ണവില വീണ്ടും കുതിച്ചുയരുമോ എന്ന ആശങ്ക വിപണികളിൽ ശക്തമാവുകയാണ്. ഈ പുതിയ സംഘർഷാവസ്ഥയിൽ നിശ്ചയിച്ചിരുന്ന US-ഇറാൻ ചർച്ചകൾ നടക്കുമോ എന്ന കാര്യത്തിൽ വലിയ അനിശ്ചിതത്വമാണ് നിലനിൽക്കുന്നത്. ഈ ചർച്ചകൾ നടക്കാതെ പോയാൽ വീണ്ടും സമ്പൂർണ്ണ യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. ഇറാനെതിരെ സൈനിക നടപടി സ്വീകരിച്ചാൽ ആഗോള എണ്ണവില ബാരലിന് $200 വരെ ഉയരുമെന്ന മുന്നറിയിപ്പ് ഇറാൻ മുൻപേ നൽകിയിട്ടുണ്ട്. ആഗോള എണ്ണ വ്യാപാരത്തിന്റെ 20%-ലധികം ഈ ഹോർമൂസ് കടലിടുക്കിലൂടെ നടക്കുന്നത് കൊണ്ട് ഈ കടൽപാതയുടെ നിയന്ത്രണം ഇറാന്റെ പ്രധാന തന്ത്രപരമായ ശക്തിയാണ്. വെടിനിർത്തലിന് ശേഷവും ഇസ്രായേൽ ആക്രമണം തുടരുകയും അതിന് മറുപടിയായി ഇറാൻ കടൽപാത അടയ്ക്കുകയും സൗദി പൈപ്പ് ലൈൻ ലക്ഷ്യമിടുകയും ചെയ്തത് ഊർജ്ജ രാഷ്ട്രീയത്തെ കേന്ദ്രീകരിച്ചുള്ള നീക്കങ്ങളായാണ് വിലയിരുത്തപ്പെടുന്നത്. അതേസമയം ലെബനൻ വെടിനിർത്തൽ കരാറിന്റെ പരിധിയിൽപ്പെടുന്നില്ലെന്ന നിലപാടാണ് US വ്യക്തമാക്കുന്നത്. ഹിസ്ബുള്ളക്കെതിരായ ഇസ്രായേൽ നടപടികൾ തുടരുമെന്ന സൂചനയും അവർ നൽകുന്നു. മറുവശത്ത് ഇറാൻ മുന്നോട്ട് വെച്ച 10 പ്രധാന നിബന്ധനകളിൽ ഇറാനെയും അതിന്റെ സഖ്യകക്ഷികളെയും ലക്ഷ്യമിട്ടുള്ള ആക്രമണങ്ങൾ പൂർണ്ണമായും അവസാനിപ്പിക്കണമെന്ന ആവശ്യവും ഉൾപ്പെടുന്നു. ഈ പശ്ചാത്തലത്തിൽ സമാധാന ചർച്ചകൾ എങ്ങനെ മുന്നോട്ട് പോകുമെന്നത് ആഗോള സമൂഹം ഉറ്റുനോക്കുകയാണ്. ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കിയതുപോലെ ഹിസ്ബുള്ളയുടെ സാന്നിധ്യമാണ് ലെബനനെ കരാറിൽ നിന്ന് ഒഴിവാക്കാനുള്ള പ്രധാന കാരണം എന്ന വാദവും ഈ വിവാദത്തെ കൂടുതൽ സങ്കീർണമാക്കുന്നു. ചുരുക്കത്തിൽ പശ്ചിമേഷ്യയിലെ ഈ സംഘർഷം വീണ്ടും ആഗോള രാഷ്ട്രീയത്തെയും സാമ്പത്തിക ഘടനകളെയും ശക്തമായി സ്വാധീനിക്കുന്ന ഘട്ടത്തിലേക്കാണ് നീങ്ങുന്നത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.